ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുള്ള ഒരു ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന ടോപ്പിക് അറിയാമല്ലോ. എല്ലാ എക്സാമിനേഷനും നമുക്ക് 1 മാർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്, അല്ലേ? നിങ്ങൾ സ്കൂൾ തലം മുതൽ കണക്ട് ചെയ്ത് വരുന്ന ടോപ്പിക്കാണ്. 1-2 എക്സാമ്പിലൂടെ നമുക്ക് ആ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ടോപ്പിക് ഡീറ്റെയിൽ ആയിട്ട് A to Z, അതായത് PSC ചെയ്യുന്ന കംപ്ലീറ്റ് മോഡൽസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു എക്സാം ശ്രദ്ധിക്കുക. ഹെർ നീഡ്സ് ആർ ഫ്യൂ. PSC ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണത്. ഉണ്ടോ? അവിടെ ഹെർ നീഡ്സ് ആർ ഫ്യൂ എന്നുള്ളതിൻ്റെ 4 ഡിഫറെൻറ്റ് ഓപ്ഷൻസ് നോക്കിക്കേ. ഫസ്റ്റ് ഓപ്ഷൻ നീഡ് ഷീ, സെക്കൻഡ് വൺ ആർ ദേ, തേർഡ് ഓപ്ഷൻ നോക്കിക്കേ എന്താ വന്നിരിക്കുന്നത് ഡസ് ഷീ, ആൻഡ് ഫോർത്ത് ഓപ്ഷൻ ഈസ് ഷീ. ക്വസ്റ്റ്യൻ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ടാഗുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വാക്യത്തിൻ്റെ ഓപ്ഷനിൽ ഒരു നെഗറ്റീവ് ഓപ്ഷൻസ് വന്നിട്ടില്ല. ദാറ്റ് മീൻസ് ഹർ നീഡ്സ് ആർ ഫ്യൂ എന്ന വാക്യത്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നോക്കിക്കേ പോസിറ്റീവ് ഓപ്ഷൻസ് അല്ലേ വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്? നീഡ് ഷീ എന്നും ആർ ദേ എന്നും ഡസ് ഷീ എന്നും ഈസ് ഷീ എന്നും ഒക്കെ വരുമ്പോൾ അതെല്ലാം പോസിറ്റീവ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്കറിയാം എന്തുകൊണ്ട് നെഗറ്റീവ് ഓപ്ഷൻസിലേക്ക് വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഫ്യൂ എന്നൊരു വാക്ക് നെഗറ്റീവാണ്. ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂൾസ് ആണ്. ഒരു വാക്യം പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ ടാഗ് നെഗറ്റീവായിട്ടും, നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ ടാഗ് പോസിറ്റീവായിട്ട് മാറുണ്ടാവും, അല്ലേ? എ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ടേക്സ് എ നെഗറ്റീവ് ടാഗ് ആൻഡ് എ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ടേക്സ് എ പോസിറ്റീവ് ടാഗ്. അതാണ് ക്വസ്റ്റ്യൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂൾ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, നമ്മൾ പറയുന്ന ഒരു കാര്യം ശരിയാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി അതിനോടൊപ്പം കണക്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അല്ലേ? ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് മഴ പെയ്യുന്നു, അല്ലേ? അല്ലേ എന്നുള്ള ചോദ്യം കണ്ടോ? പുറത്ത് മഴ പെയ്യുന്നു, അല്ലേ? ആണോ, അല്ലേ? അവരിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു, അല്ലേ? അവരിങ്ങോട്ട് വരികയല്ല, ആണോ? കണ്ടോ? ഈ ആണോ അല്ലേ എന്നുള്ള കുഞ്ഞു ചോദ്യങ്ങളെ നമ്മൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ ആണോ അല്ലേ എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള വേർഡ്സുകളില്ല. അതുകൊണ്ട് ആരോ കണ്ടുപിടിച്ചതാണ് ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബിനോടൊപ്പം ഒരു പ്രൊനൗൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ചോദ്യമായിട്ട് മാറുമെന്നു. അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നമുക്ക് ഉപയോഗിക്കാം. ഹി ഈസ് കമ്മിങ് എന്ന വാക്കിന്റെ ടാഗ് പോകുന്നത് ഈസിന്റെ ഹി എന്നാണ്, അല്ലേ? അവൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു, അല്ലേ? ഉണ്ടോ? ഹി ഈസ് നോട്ട് കമ്മിങ്, അവൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയല്ല. അപ്പം നമ്മൾ പറയുന്നത് എന്താണ്? ഈസ് ഹി, ആണോ? ഉണ്ടോ? അല്ലേ, ആണോ? പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ എൻ്റെ ടാഗ് നെഗറ്റീവായിട്ട് മാറുന്നുണ്ടാവും. നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ എൻ്റെ ടാഗ് പോസിറ്റീവ്. ഇതാണ് ക്വസ്റ്റ്യൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂൾ. ഇനി നമുക്ക് ഈ ചോദ്യം നോക്കാം. ഹെർ നീഡ്സ് ആർ ഫ്യൂ. നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതിനു ശേഷം ടോപ്പിക്കിലേക്ക് വരാം. 1 by 1 ആയിട്ട് ഒരു റൂളായിട്ട് ഡിസ്കസ് ചെയ്ത് പോകാം. ആദ്യം നോക്കിക്കേ, ഹെർ നീഡ്സ് ആർ ഫ്യൂ. അവിടെ നമുക്കറിയാം എന്താ വന്നിരിക്കുന്നത്? ദെൻ അവളുടെ ആവശ്യങ്ങൾ വിരളമാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താ വന്നിരിക്കുന്നത്? അവൾക്ക് ആവശ്യങ്ങളില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന ആൻസർ കറക്റ്റ് ആണോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. മനസ്സിലായല്ലോ? ഞാൻ പറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾ അത് ട്രൈ ടു ആൻസർ യുവർസെൽഫ്. അപ്പം നോക്കിയേ, അവൾക്ക് ആവശ്യങ്ങളില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്നത് ഉണ്ടോ എന്നാണ്. ഉണ്ടോ? ഉണ്ടോ മീൻസ് എന്ന് പറയുമ്പോൾ അവളുണ്ടോ എന്നല്ല, അല്ലേ? അവളുണ്ടോ എന്ന് വരുമ്പോഴാണ് ഷീ വരുന്നത്, അല്ലേ? ഇനി ഒരിക്കൽ പോലും നമ്മുടെ മൈൻഡ് സെറ്റിൽ ഡസ് എന്നൊരു ഓപ്ഷൻ കയറി വരാൻ പാടില്ല. നിങ്ങളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഡസ് കയറി വന്നതാണ്. കാരണം നീഡ്സ് എന്നുള്ള വെർബായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നീഡ്സ് സ്പിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഓക്സ് എപ്പോഴും ഡസ് ആയിരിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹെർ നീഡ്സ് എന്നുള്ളത് ഒരിക്കലും വെർബ് അല്ല. എന്താണ്? അത് ഈ വാക്യത്തിൻ്റെ സബ്ജക്റ്റിൻ്റെ റോളാണ്. ഹെർ നീഡ്സ് ആർ ഫ്യൂ എന്നുള്ളതിനകത്ത് അവളുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് നീഡ്സ് എന്നുള്ളത് എന്തായിട്ടാണ് മാറുന്നത്? സബ്ജക്റ്റായിട്ടാണ് മാറുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് സബ്ജക്റ്റിനെ സ്പിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ആർ എന്നുള്ള വെർബ് കിടപ്പുണ്ട്, അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന് ടേക്ക് ചെയ്താൽ മതി. ഒരിക്കലും നമ്മൾ ഡസ് ഷീ എന്നൊരു ഓപ്ഷനിലേക്ക് പോകാൻ പാടില്ല. കാരണം ഇങ്ങനെ ക്വസ്റ്റ്യൻസിലെ ആൻസേഴ്സിൽ ദെൻ സ്റ്റുഡൻസ് സ്വാഭാവികമായിട്ടും ഡസ്സിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഹെർ നീഡ്സ് ആർ ഫ്യൂ എന്ന് പറയുമ്പോൾ നീഡ്സ് വെർബാണെന്ന് കൺസിഡർ ചെയ്താലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഷീ എന്നുള്ള ഹെർ എന്നുള്ളത് ഷീയിലേക്ക് കൺവേർട്ട് ചെയ്താലോ ഓപ്ഷൻ ഡസ് ഷീ പ്രിഫർ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ആൻസർ പോകുന്നതാണ് സെക്കൻഡ് ഓപ്ഷൻ. എന്തിലേക്കാണ് വന്നിരിക്കുന്നത്? ആർ ദേ. ഉണ്ടോ? അപ്പോൾ ഹെർ നീഡ്സ് ആർ ഫ്യൂ എന്ന വാക്കിൻ്റെ ടാഗ് പോകുന്നത് എന്താണ്? ആർ ദേ. മീൻസ് അവൾക്ക് ആവശ്യങ്ങളില്ല. ക്വസ്റ്റ്യൻ നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഉണ്ടോ. ഉണ്ടോ മീൻസ് അവളുണ്ടോ എന്നല്ല, ആവശ്യങ്ങളുണ്ടോ എന്നാണ്. റൈറ്റ്? ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യെസ്. നമുക്ക് ഒരു എക്സാമ്പിളോട് നോക്കിയാണ് ശേഷം എൻ്റെ ടോപ്പിക്കിലേക്ക് പോകാം. ടാഗുമായിട്ട് ബന്ധപ്പെട്ട് PSC എക്സാംസിന് അപ്പോസ്ട്രോഫി ദെൻ എക്സാംസ് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ദേ അപ്പോസ്ട്രോഫി ഡി വർക്ക് ഹാർഡ്. ശ്രദ്ധിക്കുക, ദേ അപ്പോസ്ട്രോഫി ഡി വർക്ക് ഹാർഡ്. ഉണ്ടോ? ഓപ്ഷൻസ് വന്നിരിക്കുന്നു, നോക്കിക്കേ. ഏതൊക്കെ ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത് നോക്കുക. ദെൻ ഷുഡിൻ്റെ ഉണ്ട്, വുഡിൻ്റെ ഉണ്ട്, ഹാഡിൻ്റെ ഉണ്ട്. പിന്നെ ചിലപ്പോൾ ഇപ്പോൾ PSCയുടെ ഒരു ഓപ്ഷൻ പ്രധാനമായിട്ടും ഇപ്പോൾ പല പരീക്ഷകൾക്കും നൺ ഓഫ് ദീസ് വരുവാണ്. പണ്ടൊക്കെ അങ്ങനെ വരാറില്ലായിരുന്നു. ഇപ്പം നമ്മളെ കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി ചോദ്യകർത്താക്കൾ നൺ ഓഫ് ദീസ് ഒരു ഓപ്ഷൻ കൂടി ഇടാറുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും, ദേ അപ്പോസിബിലിറ്റി വർക്ക് എന്നുള്ള ഈ ഒരു വാക്യം ടാഗുമായിട്ട് ബന്ധപ്പെട്ട വാക്യമാണെങ്കിൽ പോലും, ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾ ആണെങ്കിൽ പോലും ക്വസ്റ്റ്യൻ ടാഗിൻ്റെതായിട്ടുള്ള നൂലാമാലകളൊന്നുമില്ല. ഈ വാക്യത്തിൽ അപ്പോസിബിലിറ്റി ആരാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം അപ്പോസിബിലിറ്റി ആരായിരിക്കും? ഡിയിൽ അവസാനിക്കുന്ന ഒരു ഓക്സ് ആയിരിക്കും. സോ ഗിവൺ ഓപ്ഷൻസ് എല്ലാം വന്നിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോസിബിലിറ്റിയുടെ ഓപ്ഷൻസ് ഷുഡിൽ അവസാനിക്കുന്നുണ്ട്, വുഡിലുണ്ട്, പിന്നെന്താണ് ഹാഡ് ഉണ്ട്. അതുകൊണ്ട് നൺ ഓഫ് ദീസിന് സാധ്യത കുറവാണ്. ഇവിടെ നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. ദേ അപ്പോസിബിലിറ്റി വർക്ക് ഹാഡ്, അല്ലേ? അത് ഷുഡിൻ്റെ ആണോ വുഡിൻ്റെ ആണോ ഹാഡിൻ്റെ ആണോ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? യെസ്, നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ച് നോക്കുക. ആൻസർ കിട്ടുന്നു നോക്കുക.
അവിടെ അപ്പോസിബിലിറ്റിയെ ഫോളോ ചെയ്യുന്ന പാർട്ട് നോക്കിയേ, വർക്ക് ഹാഡ് എന്നുള്ളതല്ലേ. ആ വർക്ക് ഹാഡ് എന്ന് മാത്രം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിലെ ഒരു പർട്ടിക്കുലർ സെൻറ്റൻസ് കാറ്റഗറിക്ക് ഉദാഹരണമാണ്. നമുക്കറിയാം സെൻറ്റൻസുകളെ നേച്ചർ ബേസിൽ 4 ക്ലാസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഏതൊക്കെയാണ് വരുന്നത്? നോർമൽ സ്റ്റേറ്റ്മെന്റ് സെൻറ്റൻസ് അല്ലേ. ദെൻ അതിനെ സ്റ്റേറ്റ്മെന്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അസർട്ടീവ് സെൻറ്റൻസ്. അസർട്ടീവിന് സ്റ്റേറ്റ്മെന്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഏതാണ്? ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അല്ലേ. പിന്നെ അഫർമേറ്റീവ്, ഇതെല്ലാം സെയിം കാറ്റഗറി തന്നെയാണ്. പ്രസ്താവന വാക്യങ്ങൾ അറിയപ്പെടുന്ന പേരുകളാണ് ഇതെല്ലാം. സെക്കൻഡ് കാറ്റഗറി എന്താ വന്നിരിക്കുന്നത്? ചോദ്യങ്ങളായിട്ട് വരുന്ന വാക്യങ്ങൾ അല്ലേ. ചോദ്യവാക്യങ്ങൾ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന പേരെന്താണ്? അതാണ് ഇൻട്രോഗേറ്റീവ്സ് അല്ലേ. ഇൻട്രോഗേറ്റീവ് സെൻസ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന വാക്യങ്ങളായി ഇൻട്രോഗേറ്റീവ്. നെക്സ്റ്റ് കാറ്റഗറി ഏതാണ്? ഓർഡർ, കമാൻഡ്, റിക്വസ്റ്റ്, വിഷ് അല്ലേ. ആജ്ഞകളെയോ അപേക്ഷകളെയോ ആശംസകളെയോ കാണിക്കുന്ന വാക്യങ്ങൾ, അത്തരം വാക്യങ്ങൾ നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഇംപെരറ്റീവ്സ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. ഒന്നുകൂടി ഉണ്ടല്ലോ, ഏതൊക്കെയാണ്? ദെൻ അതിശയങ്ങളെ അത്ഭുതങ്ങളെ കാണിക്കുന്ന വാക്യങ്ങൾ, ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ നോർമൽ സ്റ്റേറ്റ്മെന്റ് സെൻറ്റൻസ് ഉണ്ടാവും, ഇൻട്രോഗേറ്റീവ്സ് ഉണ്ടാവും, ഇംപെരറ്റീവ്സ് ഉണ്ടാവും, എക്സ്ക്ലമേറ്ററി ഉണ്ടാവും അല്ലേ. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ വന്നിരിക്കുന്നത്? ദേ അപ്പോസിബിലിറ്റി വർക്ക് ഹാഡ് എന്നകത്ത് അപ്പോസിബിലിറ്റി പിന്തുടരുന്ന ഭാഗം നോക്കിക്കേ, വർക്ക് ഹാഡ് എന്നല്ലേ വന്നിരിക്കുന്നത്. ഈ വർക്ക് ഹാഡ് എന്ന് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, പിന്നെ നിങ്ങളുടെ സ്റ്റാൻഡപ്പ്, ഞാൻ നിങ്ങളോട് പറയുകയാണ് ലിസൺ അല്ലേ, ലിസൺ ഹിയർ അല്ലേ. ഞാൻ നിങ്ങളോട് പറയുകയാണ് എന്താ വന്നിരിക്കുന്നത്? സിറ്റ് ഡൗൺ. ഞാൻ നിങ്ങളോട് പറയുന്നത് ഗെറ്റ് ഔട്ട് ഉണ്ടോ. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് എന്തിന് ഉദാഹരണമാണ്? ഇംപെരറ്റീവ് സെൻസിന് ഉദാഹരണമാണ് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും, ഒരു അപ്പോസിബിലിറ്റി ഫോളോ ചെയ്ത് ഒരു ഇംപെരറ്റീവ് സെൻസിൻ്റെ നേച്ചറോട് കൂടി ഒരു പാർട്ട് കയറി വരുന്നതെങ്കിൽ അത് ഓൾവേസ് ഷുഡിൻ്റെ ഷോർട്ട് ഫോം ആയിരിക്കും. ദാറ്റ് മീൻസ് ആൻസർ നമുക്ക് പോകാം ഷുഡിൻ്റെ വരുന്നുണ്ടാവും. ഇനി അപ്പോസിബിലിറ്റി വുഡിൻ്റെ കേസ് ആവണമെങ്കിലോ അപ്പോസിബിലിറ്റി കേശം ലൈക്ക് ടു പ്ലസ് V1 ഇങ്ങനെ ഒരു ഫ്രേസിൽ എക്സ്പ്രഷൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടോ. അപ്പോസിബിലിറ്റി കേശം എങ്ങനെയാണ്? ലൈക്ക് ടു പ്ലസ് V1 കയറി വരികയാണെങ്കിൽ അത് നമുക്ക് വേണ്ടതാണ് വുഡിലേക്ക് പോകാം. കാരണം നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ കാണിക്കുന്ന ഒരു ഫ്രേസ് ആയിട്ട് മാറുകയാണ് അല്ലേ. ഇപ്പം എനിക്കൊരു ഗവൺമെന്റ് ജോബ് നേടാൻ ആഗ്രഹിക്കുന്നു, എങ്ങനെ നമ്മൾ പറയുന്നത്? ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് എ ഗവൺമെന്റ് ജോബ് അല്ലേ. അവരിവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നുണ്ടാവും? ദേ വുഡ് ലൈക്ക് ടു കം ഹിയർ അല്ലേ. ഇപ്പം ഞാൻ ഒരു ഗവൺമെന്റ് ജോബ് നേടാൻ ആഗ്രഹിക്കുന്നു, ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് എ ഗവൺമെന്റ് ജോബ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അപ്പോസിബിലിറ്റി കേസും എന്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വുഡ് ലൈക്ക് ടു പ്ലസ് V1 അങ്ങനെ ഒരു ഫേസിൽ എക്സ്പ്രഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ്? അത് വുഡിൻ്റെ പ്രിവേറ്റ് ഫോമായിട്ട് നമുക്ക് മാറ്റാം. ഇനി അപ്പോസിബിലിറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്? ഹാഡിൻ്റെ സാധ്യത നിർണ്ണയിക്കുന്നത് അതിനെ ഫോളോ ചെയ്യുന്ന മെയിൻ വെർബ് ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം ദേ അപ്പോസിബിലിറ്റി വർക്ക്ഡ് ഹാഡ് ആയിരുന്നെങ്കിൽ നമുക്ക് അവിടെ ഷുഡ് വുഡ് ഉപയോഗിക്കാൻ പറ്റൂല, അവിടെ നമുക്ക് ഹാഡ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പം ദേ ഹാഡ് പ്ലേഡ് ഫുട്ബോൾ, ഒരിക്കലും നമ്മൾ ദേ ഹാഡ് പ്ലേ ഫുട്ബോൾ എന്ന് പറയത്തില്ല അല്ലേ. ഐ ഹാഡ് ഈറ്റൻ ദ ഫുഡ് അല്ലേ, ഐ ഹാഡ് ഈറ്റ് ദ ഫുഡ് എന്ന് പറയത്തില്ല. എപ്പോഴും നമ്മൾ ഹാഡ് എന്ന ഓക്സി വെർബ് ഫോളോ ചെയ്യുന്ന വെർബ് എന്തായിരിക്കും? B3 ഫോം ഓഫ് വെർബ് ആയിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, അപ്പോസിബിലിറ്റി കേസും എന്ത് ചെയ്യുകയാണെങ്കിൽ ഒരു ഇംപെരറ്റീവ് സെൻസിൻ്റെ പാർട്ടാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് ഷുഡിലേക്ക് മാറ്റാം. അപ്പോസിബിലിറ്റി കേസും ലൈക്ക് ടു പ്ലസ് V1 അങ്ങനെ ഫേസ് എക്സ്പ്രഷൻ ആണ് വരുന്നെങ്കിൽ അത് നമുക്ക് വുഡിലേക്ക് മാറ്റാൻ പറ്റുന്നുണ്ടാവും. അപ്പോസിബിലിറ്റി കേസും എന്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രിൻസിപ്പൽ വെർബിൻ്റെ B3 ഫോമാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ എല്ലായ്പ്പോഴും ഹാഡ് ആയിരിക്കും. ആക്ച്വലി ഇത് അപ്പോസിബിലിറ്റി ഡിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മോഡൽ മാത്രമാണ്. ഇനി അപ്പോസിബിലിറ്റി എസ് അല്ലേ, കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള അല്ലേ 2023 നടന്നിട്ടുള്ള ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചത് അപ്പോസിബിലിറ്റി എസിൻ്റെ ആയിരുന്നു. അത് നമുക്ക് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പം ഇതിനെയാണ് ദെൻ ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ള ടോപ്പിക്സിൻ്റെ രണ്ടൊന്നിൻ്റെ എക്സാമ്പിൾ നമ്മൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ടോപ്പിക്കായിട്ട് തന്നെ നമുക്ക് പഠിച്ചു പോകാം. നിങ്ങൾ ഇംഗ്ലീഷിലെ എല്ലാ ടോപ്പിക്കുകളും 1 by 1 ആയിട്ട് ഓരോ ടോപ്പിക് മോഡൽ തന്നെ ക്വസ്റ്റ്യൻ വർക്കൗട്ടിങ് സെഷൻ നമ്മൾ ഫൈനൽ പാർട്ട് അതായത് ടോപ്പിക്കുകളെല്ലാം കവറിന് ശേഷമാണ് അത് എഫക്റ്റീവ് ആയിട്ട് മാറുന്നത്. ആദ്യം ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക, അതിനുശേഷം ഒരു റിവിഷൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് ലൈവ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എന്താണ്, നിനക്ക് ഓരോ ടോപ്പിക്കിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും. ആദ്യം ടോപ്പിക്കിൻ്റെ കണ്ടന്റ് നന്നായിട്ട് മനസ്സിലാക്കുക, അതിനുശേഷം ആ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ മേജർ ടോപ്പിക്, ക്വസ്റ്റ്യൻ ടാഗ്.